കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കറായാണ് അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഹാർദമായ അനുമോദനം അങ്ങേക്ക്. ഇവിടെ പ്രസ്താവിച്ചതുപോലെ സുദീർഘമായ നിയമസഭാ പരിചയമാണ് അങ്ങേക്കുള്ളത്. അതേപോലെ തന്നെ ദീർഘമായ സാമൂഹിക രാഷ്ട്രീയ ജീവിതാനുഭവം കൊണ്ട് സമ്പന്നമാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പൊതുജീവിതം. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച മന്ത്രി എന്ന അനുഭവ പശ്ചാത്തലവും അങ്ങേക്കുണ്ട്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്ന അനുഭവങ്ങളുമുണ്ട്. അങ്ങനെ നോക്കിയാൽ വൈവിധ്യമാർന്ന രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം ഇത് ശ്രീ തിരുവഞ്ചൂരിനെ പ്രഗത്ഭമതിയായ സഭാധ്യക്ഷനാക്കി മാറ്റും എന്ന വിശ്വാസമാണുള്ളത്. നാട്ടിലും ജനങ്ങൾക്കുമിടയിൽ ഇറങ്ങി പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചതിൻ്റെ അനുഭവം സഭാ നടപടികളെ ജനതാൽപര്യത്തിൽ നയിക്കുന്നതിനുള്ള അവസരമൊരുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസ്താവിച്ചതുപോലെ വിദ്യാർത്ഥി സംഘടനാ നേതാവായി, യുവജന സംഘടനാ നേതാവായി നീണ്ടകാലം അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്. ബാലജന സഖ്യം ജനറൽ സെക്രട്ടറിയായി വിദ്യാർത്ഥി ജീവിതഘട്ടത്തിൽ തന്നെ പൊതുരംഗത്തേക്ക് അങ്ങ് കടന്നു വന്നു. കേരള സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായും KSUവിൻ്റെ പ്രസിഡൻ്റായും യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയായും KPCCയുടെ ജനറൽ സെക്രട്ടറിയായുമൊക്കെ പ്രവർത്തിച്ച് അതിവിപുലമായ സംഘടനാനുഭവം അങ്ങേക്കുണ്ട്. അതൊക്കെ തന്നെ പൊതു ജനവികാരം സഭയിൽ പ്രതിഫലിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് സഭയിൽ വേണ്ട തോതിലുള്ള ഇടവും സമയവും ഉറപ്പാക്കുന്നതിന് സഹായകമായ നിലപാട് കൈക്കൊള്ളാൻ അങ്ങക്ക് പ്രേരകമാവട്ടെ. 90കളുടെ തുടക്കം തൊട്ട് തുടർച്ചയായി വന്ന സഭകളിൽ അംഗമാവുകയും സഭയുടെ പൊതുവായ അന്തസ്സ് എല്ലാ ഘട്ടങ്ങളിലും ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത അംഗമാണ് സ്പീക്കറായി ഇപ്പോൾ എത്തുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. നിയമനിർമ്മാണം ജനങ്ങളുടെയും നാടിൻ്റെയും താല്പര്യത്തിലാവണം. ഒപ്പം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം ഇവയെല്ലാം പരിരക്ഷിക്കുന്ന വിധത്തിലാവണം. ചെയറിൻ്റെ ഇടപെടലുകൾ അതങ്ങനെ തന്നെയാവും സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്ന പ്രത്യാശ പങ്കുവെക്കട്ടെ. GV മാവലങ്കർ മുതൽ ഇങ്ങോട്ടുള്ള നിരവധി ലോക്സഭാ സ്പീക്കർമാരും ശങ്കരനാരായണൻ തമ്പി മുതൽക്കുള്ള പല നിയമസഭാ സ്പീക്കർമാരും കാട്ടിയ മഹത്തായ മാതൃകകൾ നമ്മുടെ മുൻപിലുണ്ട്. സഭാ നടപടിക്രമം സംബന്ധിച്ച് MN കൗളും SL ശാക്തറും മുൻപോട്ട് വെച്ച തത്വങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഗാർഡിയൻ ഓഫ് ദ ഹൗസ്, അതായത് സഭയുടെ രക്ഷിതാവായാണ് സ്പീക്കറെ കൗളും ശാക്തറും നിർവഹിച്ചിട്ടുള്ളത്. As the principal spokesperson of the house, the speaker represents its collective voice എന്നും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്പീക്കർ സഭയുടെ കളക്റ്റീവ് വോയിസിൻ്റെ വക്താവാകുന്നത് അദ്ദേഹം പ്രതിപക്ഷ ശബ്ദത്തെ കൂടി അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. വിപുലമായ അധികാരങ്ങളാണ് സ്പീക്കർക്കുള്ളത്. അത് ഭരണഘടനാ മൂല്യ ധ്വംസനം ഉണ്ടാവാതെ നോക്കൽ, അതുമുതൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ, കോണ്ടക്ട് ഓഫ് ബിസിനസ്, സഭാ കീഴ്വഴക്കങ്ങൾ തുടങ്ങി പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ്. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി മാറാതിരിക്കാൻ വേണ്ട ജാഗ്രത സ്പീക്കർ സ്വയം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് കൂടി കൗളും ശാക്തറും അടിവരയിടുന്നുണ്ട്. അതൊന്നും ഓർമ്മിപ്പിക്കേണ്ടതില്ലാത്ത വിധത്തിലുള്ള ഉന്നതമായ ജനാധിപത്യ ബോധമാവും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറിൽ നിന്നുണ്ടാവുക എന്ന് പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്ന്
അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. സ്വതന്ത്രതയുടെയും നിഷ്പക്ഷതയുടെയും പതാകാവാഹനായി നിന്ന് ഈ സഭയെ നയിക്കാൻ അങ്ങക്ക് കഴിയട്ടെ. മതനിരപേക്ഷതയടക്കമുള്ള മഹനീയ മൂല്യങ്ങൾ തൊട്ട് ജനവികാരം സഭയിൽ നിർഭയമായി പ്രതിഫലിപ്പിക്കാനുള്ള പ്രതിപക്ഷ അവകാശങ്ങളെ വരെ പരിരക്ഷിക്കാൻ അങ്ങയുടെ സഭാധ്യക്ഷ സ്ഥാനത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.